നമ്മുടെ റെസിപ്പി കോവക്ക മെഴുക്കാണ്. അതിനു വേണ്ടി ഞാനിവിടെ 250 ഗ്രാം കോവക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇളയ കോവയ്ക്കാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ സവാള ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി എടുത്താൽ മതി. പിന്നെ ഒരു 3 പച്ചമുളക്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1/4 ടീസ്പൂൺ പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി വേണം. പിന്നെ ഒരു പിഞ്ച് മല്ലിപ്പൊടി. പിന്നെ പാകത്തിനുള്ള ഉപ്പ്. പിന്നെ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഇതൊരു നാടൻ വിഭവമായതുകൊണ്ട് ഇത് എപ്പോഴും വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ്. അപ്പം അതിനാവശ്യമായ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം. പാന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മുടെ പാൻ ഇവിടെ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇത് നന്നായിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാലേ മതി. നമ്മുടെ സവാള ഇവിടെ നിന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കിതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ആദ്യം തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ചെറിയ തീയിൽ കുറച്ച് സമയം ഇതുപോലെ തന്നെ വെക്കാം. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമുക്കിതിനെ എടുക്കണം.
വന്നിട്ടുണ്ട്. കോവക്കൊക്കെ എല്ലാതും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഉപയോഗിക്കാം. നന്നായിട്ട് കോവയ്ക്കൻ്റെ എല്ലാ ഭാഗത്തും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒതുക്കിയിട്ട് പാത്രം അടച്ച് ചെറിയ തീയിൽ കുറച്ച് സമയം ഒന്ന് വേവിക്കാം. തീ ചെറുതാക്കി കൊടുക്കണം. ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് കുറച്ച് സമയം ഒന്ന് വേവണം. ഇടയ്ക്ക് പാത്രം തുറന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമുക്ക് ഇടയ്ക്ക് പാത്രം തുറന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. കുറച്ച് സമയം കൂടെ ഒന്ന് പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ കോവക്ക ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് ഇത്തിരി കുറവാണ്, അപ്പം ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കോവക്ക മെഴുക്ക് പുരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കോവക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കോവക്ക മെഴുക്ക് പുരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ. അപ്പം നമ്മുടെ കോവയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അപ്പം അതോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.